ഹലോ, നിങ്ങൾ ബ്ലാക്ക് പോയിന്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? UAE-യിൽ ട്രാഫിക് നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാർക്ക് പിഴ ചുമത്താൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബ്ലാക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഡ്രൈവർ ട്രാഫിക് നിയമം ലംഘിക്കുമ്പോൾ ഓരോ കുറ്റകൃത്യത്തിൻ്റെയും തീവ്രത അനുസരിച്ചാണ് ഇവർക്ക് ഈ ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കുന്നത്. ഇത് ലഭിക്കുന്നത് 2 തൊട്ട് 24 വരെ എന്നുള്ള ക്രമത്തിലാണ് ഇവർക്കിത് നൽകുന്നത്. ഒരു ഡ്രൈവർ നിശ്ചിത എണ്ണം ബ്ലാക്ക് പോയിന്റുകൾ ശേഖരിച്ചു കൂട്ടുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അനന്തരഫലമെന്ന് പറയാം. ഒരു ഡ്രൈവർ ഒരു വർഷത്തിനുള്ളിൽ 24 ബ്ലാക്ക് പോയിന്റുകൾ വാങ്ങിച്ചു കൂട്ടുകയാണെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. മാത്രമല്ല, ഒരു വർഷത്തിനുള്ളിൽ രണ്ടാമതും 24 ബ്ലാക്ക് പോയിന്റുകൾ വിവിധ ട്രാഫിക് നിയമലംഘനത്തിലൂടെ വാങ്ങിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഈ ബ്ലാക്ക് പോയിന്റുകൾ നൽകുന്നതെന്ന് നോക്കാം. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ഡ്രൈവിംഗ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 4 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കും. മാത്രമല്ല, റെഡ് ലൈറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ 12 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കും. കൂടാതെ ഓരോ സ്ഥലത്തും നിശ്ചിതമായ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അതിന് മുകളിൽ അവർ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 6 to 12 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കും. കൂടാതെ റെക്ലെസ് ഡ്രൈവിംഗ്, അശ്രദ്ധമായുള്ള വാഹനം ഓടിക്കുന്നതിന് 12 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കാം. കൂടാതെ ഡ്രൈവിംഗ് വിത്തൗട്ട് പ്രോപ്പർ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ അവർക്ക് 24 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കും. സോ പ്ലീസ് ബി കെയർഫുൾ. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് തന്നെ വാഹനം ഓടിക്കുക. ആവശ്യമില്ലാതെ ഓരോ ബ്ലാക്ക് പോയിന്റുകൾ വാങ്ങിച്ച് കൂട്ടരുത്. അതൊരു ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കേണ്ട. RTA അതിന് കർശനമായ നടപടി എടുക്കും. അപ്പം വാഹനം ഓടിക്കുന്നവരെല്ലാം നിയമങ്ങൾ പാലിച്ച് തന്നെ വാഹനം ഓടിക്കുക. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ താങ്ക്സ് ഫോർ വാച്ചിങ്.